ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഇങ്ങനത്തെ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, റോസുകൾ. എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയുമെങ്കിൽ പല വിധത്തിലും പിന്നെ നിങ്ങൾ കാണിക്കാത്ത തന്നെ ഉള്ളത് ഇതേപോലെ പല കളറിലെ റോസ് പൂക്കൾ. പണ്ട് കണ്ടൊന്നും എനിക്കുണ്ടാക്കാൻ വലിയ പിടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റേഴ്സൊക്കെ ഞാൻ ഈ സമ്മറിൽ അടുത്ത സമ്മറിൽ ഇടാം കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ എടുത്ത വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ റോസൊക്കെ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരെണ്ണം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ഞാൻ പെട്ടെന്ന് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടിട്ട് വിചാരിക്കുന്നത് നമ്മളെ ഉപയോഗിക്കുന്ന റൂമാണ്. അപ്പം നമുക്കിന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ആദ്യം ഇപ്പം ഞാൻ വേറെ ഒരു രീതിക്ക് കാണിച്ചു തരണേനെ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നത് വേറെ രീതിക്ക് ഞാൻ കാണിച്ചു തരണം. ഇങ്ങനത്തെ ഒരു പേപ്പറമേ എടുക്കാവൂ. അതായത് ഒരു പേപ്പറിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എടുക്കുക. അതിൽ നിന്ന് 3 പീസേ കട്ട് ചെയ്ത് നമ്മൾ എടുക്കാവൂ. അതായത് ഇങ്ങനത്തെ 3 പീസസ് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പ് ആവും. അപ്പം നമ്മൾ ഇതെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുവല്ലേ. സത്യം നിൽക്കാൻ വയ്യട്ടോ. എന്നാൽ ഞാൻ കൊതുവിലെ റീലെടുക്കും. അപ്പോൾ നമ്മൾ മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന സാധനത്തിന് നമ്മൾ നടുക്കൂടെ മടക്കുക. അപ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതേപോലെ എല്ലാം മടക്കിയിരുന്നു. ഞാൻ 3 എണ്ണമാണ് ചെയ്തിരിക്കണം. കൊതു ഇത് ഞാൻ ഒരേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് 3 സാധനത്തിലാണ് കലാവിരുതുകളുള്ളത്. പഠിക്കാൻ മാത്രം കലാവിരുത് കുറവാണ്. അല്ല, പഠിക്കാൻ മാത്രം ഇച്ചിരി കഴിവ് കുറവാണ്. ബാക്കി എല്ലാവരും എൻ്റെ കഴിവ്. ഞാൻ ഡ്രോയിങ് ചെയ്യാം ഗൈസ്. ഞാൻ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇടാം. നിങ്ങൾ എൻ്റെ വീഡിയോക്ക് വീട്ടാണെന്ന് ഭയങ്കര മുന്നിലിട്ടാണെങ്കിൽ ഐസ്. അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയിട്ട് ഇല്ല. ഞാൻ പോവാത്ത കാരണം എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് സ്കൂളിൽ പോവാത്ത കാരണം എന്തിനെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ശനിയാഴ്ച വൈകുന്നേരം ഞാൻ കുളിച്ചിട്ട് നടന്ന് വീട്ടിൽ കൂടെ ഇങ്ങനെ വെളിയിൽ കൂടെ നടന്നു പോണ സമയത്ത് ചർക്കലുണ്ടായിരുന്നു. അവിടെ തെന്നി അടിച്ച് നടുപിടിച്ച് വീണ് ഗൈസ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പരിക്ക്, കൈ ഇച്ചിരി മുറിഞ്ഞു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാരണമാണ് നമ്മൾ ഇന്ന് സ്കൂളിൽ പോകാത്തത്. അപ്പോൾ നമ്മൾ ബാക്കി അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റ് രീതിക്ക് തന്നെ മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് ഞാൻ പാനൊന്നും യൂസ് ചെയ്യാറില്ല. പൊതുവേ ഞാൻ പാനൊന്നും എനിക്ക് ഇഷ്ടമല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാന വേറെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു കത്തിരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് പോലെ നമ്മുടെ പൂവിൻ്റെ ഇംഗ്ലീഷ് ഷേപ്പില്ലേ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. ഇങ്ങനത്തെ ഷേപ്പിലാണ് നമ്മൾ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നോക്കുമ്പോൾ ഒന്നായി ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി രണ്ടാമത്തും ആ ഷേപ്പിൽ തന്നെ ഒന്ന് വെട്ടിയെടുത്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ കുറേ പൂക്കളുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. മൂന്നാമത്തത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഫോണിൽ കളിക്കാൻ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 എണ്ണം ഇതേപോലെ തന്നെ നമ്മൾ വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്.
ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നിരുന്ന് ഓരോ ഇതളായിട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ ഒന്നാമത് ഇതാണ് ഏതെങ്കിലും ഒക്കെ ഒന്നായിട്ട് എടുത്താൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു ഇതിൽ വെട്ടിയെടുക്കണം. പിടിച്ചാണ് കളയണ്ടേ. അപ്പോൾ ഒന്നാമത്തേന്ന് ഞാൻ എത്ര ഇതൾ വെട്ടിയെന്ന് വെച്ചാൽ ഒരു ഇതൾ മാത്രമേ ഞാൻ ഒന്നാമത്തേന്ന് വെട്ടിയിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ പോകാം. അപ്പം 2 ഇതളെ രണ്ടാമത്തെ ഇതള് വെട്ടിയിട്ടുണ്ട് കേട്ടോ. പോകാൻ ഇനി മൂന്നാമത്തെ പൂവിന് 3 ഇതളാണ് ഉള്ളത്. കൊതു പിടിക്കണേ. ഇത് വൈറസാണ്. ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ പോണെങ്കിൽ എന്നൊന്നും പറയണ്ട. അത് ഞാൻ ബാക്കിൽ വെക്കുന്ന സാധനത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ബാക്കി നമുക്ക് പശ വെച്ചൊട്ടിക്കാം ഗൈസ്. ഞാൻ കുറച്ച് ഈ ഒരു പശയും പിന്നെ ഈ ഒരു പശയും വെച്ചാണ് ഞാൻ ഒട്ടിച്ചത്. ഇത് വീണില്ലേ? തീർന്നു അവിടെ സ്പോട്ടിൽ തീർന്നു. എന്തേ ഒരു 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 ബ്ലോഗർത്താണെന്ന് ഇങ്ങനെ പറഞ്ഞേ അപ്പച്ചി. അങ്ങനെ എൻ്റെ പശ വെച്ച് കൊടുക്കുക. പശ വയ്ക്കണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം. എടുത്താ വെച്ചിട്ട് ആരെങ്കിലും എടുത്തൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ പഠിച്ചോണം. ഞാൻ അത് എന്നെ കൊണ്ട് പറയാൻ മതി കേട്ടോ. തുമ്പത്ത് വെച്ച് അപ്പോൾ 1 day പൂ സെറ്റിംഗ് ശരി. രണ്ടാമത്തത് നിങ്ങൾ ഇട്ടേല്ലേ കുരുക്ക്? കുരുക്കിട്ടേല്ലേ? അങ്ങനെ തുമ്പത്ത് അവള് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ ക്യാമറ തൊലച്ച് വരി. അങ്ങനെ വച്ചോ പഠിച്ചോ ഇങ്ങനെ സെറ്റ്. അപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ ക്യാമറ ഫോണുണ്ട്. അപ്പോൾ 3 എണ്ണം ഞാൻ ഒട്ടിച്ചൊക്കെ എടുത്തു. ഒരുവിധം സെറ്റ് ചെയ്തെടുത്തേട്ടെ. ഇല്ല ഒരുവിധം സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പൂക്കള് നമുക്ക് അടിയിൽ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. നടുക്ക് പശ വയ്ക്കണം. പശ അതാകുമ്പോഴത്തേക്കിന് നടുക്ക മുത്തൊരു കാണുന്നിടത്ത് ഒട്ടിച്ച് കൊടുക്കുക. 2 ഒട്ടിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് 3 ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ട് 3 പൂ ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോ. ഇനി മറ്റു സാധനങ്ങളൊക്കെ എടുക്കും. അങ്ങനെ മൂന്നാമത്തേൽ 3 ഇതിലെ വെട്ടിയെടുത്തേല് നമുക്ക് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മള് ഒരേ വർക്ക് വിശ്വസിക്കുന്നില്ല. അതിനകത്ത് ഒരേ ഭയങ്കര കഷ്ടപ്പാടും. നമ്മൾ ഇത് സിമ്പിള്, മറ്റേത് സിമ്പിള്, മറിച്ചത് സിമ്പിള്, അങ്ങനെ നമ്മൾ വിചാരിക്കുകയും ചെയ്തു. എല്ലാത്തിനും അതിൻ്റെതായ ടഫ്നെസ് നമുക്ക് കാണിക്കും. നോട്ട് ചെയ്താനായാലും ഇന്നും പഴയതുപോലെ അച്ഛനൊന്നും തന്നെ. പറയുമ്പോഴേ ഗൈസ് നാളെ വാവാണ് ഗൈസ്. ആരൊക്കെ ബലിയിടാൻ പോണെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. എന്റെ അച്ഛൻ കൊണ്ട് ഇടാൻ പോകുന്നു.